തലേ തുണിയിട്ടുണ്ടോ ആരാന്ന് എനിക്ക് മനസ്സിലാവറിയോ? ഇതാ മിഥുൻ ചേട്ടാ ഞാൻ പറഞ്ഞ പൂജ അല്ല പൂജ. പൂജയല്ല, പൂജ സി കുട്ടൻ തമ്പി. ഇവർക്ക് 6 ആന 8 ടിപ്പറുണ്ട് അറിയോ? ആ പേര് പറഞ്ഞപ്പോ പെരുവറലായിട്ട് ഇങ്ങനെ പൊങ്ങി. ഇതോടെ പറയുമ്പോ പറന്നു പോട്ടെന്ന് വിചാരിച്ച് പറഞ്ഞതാ ഞാൻ. എന്റെ 10 രൂപയുടെ മീൻ മാറ്റിട്ട് പൈസ തരാത്തതായി കെട്ടുകമ്പി. കുട്ടൻ തമ്പി ഇങ്ങോട്ട് വന്നേ എന്തിനാ? ഇതെന്തൊക്കെയുണ്ട് ഐറ്റം? അയ്യേറ്റം ഇവിടെ നിൽക്കട്ടെ. ഇപ്പൊ കാണിച്ച ഐറ്റം ഏതാ? അയ്യോ ഐറ്റത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴേ ഞാൻ 1-2 ഐറ്റം കാണിക്കാന്ന് പറഞ്ഞില്ലായിരുന്നു. അതെ, ആദ്യം എനിക്ക് മീൻ തന്നിട്ട് മതി നിങ്ങളുടെ ഐറ്റം. ഇവിടെ മീൻ കച്ചവടം നടക്കത്തില്ല. ഇവിടെ കലാപരിപാടി നടത്തിയാലേ പിടിച്ചിരിക്കാൻ പറ്റത്തുള്ളൂ. അതിന് നിങ്ങൾക്ക് കലാപരമായിട്ട് വല്ല അറിയാമോ? കൊച്ചാ പറഞ്ഞ കേട്ടാ കലാപരിപാടി അറിയാമോ? അതന്നെ നമുക്കും ചോദിക്കാനുള്ളത്. എന്താ കലാപരിപാടി അറിയാം? എന്റെ ഇതിനകത്ത് നിറച്ച് കല അറിയാമോ? ഇതെന്താണ്? അത് പോപ്പോ. ഇവിടുന്ന് പോ. അത് പീപ്പി. ഇത് മാത്രമല്ലേ കേൾക്കുന്നത്? അതിനകത്ത് ഞെക്കുമ്പോ അളിയാന്നാണോ കേൾക്കുന്നത്? അളിഞ്ഞ വർത്താനം കേൾക്കും അറിയോ? ഇത് നിങ്ങൾ വിചാരിക്കും ഒരു സാധാരണക്കാരന്റെ മീൻകാരന്റെ ഇരിക്കുന്ന ഒരു ചെറിയൊരു പി മാത്രമാണ്, ഒരു പോപ്പോ ആണെന്ന് വിചാരിക്കും. പക്ഷേ ഇതൊരു സംഗീത ഇൻസ്ട്രുമെന്റ്സ് ആണിത്. പിന്നെ ഇതിന്റെ പ്രത്യേകത ഞാൻ കാണിച്ചു തരാം. ഇതെന്താണ്? റബ്ബർ പോലത്തെ ഒരു സാധനം. നിങ്ങൾ വിചാരിക്കുന്നത് വെറും ഒരു റബ്ബർ ബോൾ ആയിരിക്കും, കാറ്റടിക്കാൻ വേണ്ടി മാത്രമുള്ള സാധനമാണ്. ഇതിനുള്ളിലുണ്ട് ഒരു കല. എനിക്ക് കൂടെ കാണണം. ഇതിനുള്ളിലുണ്ട് കല. ഈ റബ്ബർ ബോള് എന്റെ കവിളത്ത് ഇങ്ങനെ വെച്ചിട്ട് ഞാൻ ഞെക്കി പിടിച്ചിട്ട് വലിക്കുമ്പോൾ ഉമ്മ കൊടുക്കുന്ന ശബ്ദം കേൾക്കാൻ പറ്റും. ശ്രദ്ധിക്കണേ. ഉടായിപ്പ ഞാൻ കണ്ട ഇയാൾ വായം കൊണ്ടാ ഉമ്മ വെച്ചത്. ഞാൻ കണ്ടടാ. ശരിയാ, ഞങ്ങളൊക്കെ വായം കൊണ്ടാ ഉമ്മ കൊടുക്കുന്നത്, നിങ്ങളൊക്കെ അടുത്ത വെച്ചാ കൊടുക്കുന്നത്. ഇത്രയും നാള് ഞാൻ വിചാരിച്ചത് ഇയാൾ കൊണ്ടുവരുന്ന മീൻ മാത്രമേ ചീഞ്ഞിട്ടുള്ളത്. കിടക്കനായിട്ടുണ്ട്. ഇത് കാണുമ്പോൾ നിങ്ങൾ ഞെട്ടു അറിയോ? നിങ്ങൾ അതായത് അറബിക്കടലിലെ ന്യൂനമർദ്ദം കഴിഞ്ഞ് ഇങ്ങോട്ട് ഇറങ്ങി പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന അതിമനോഹരമായ ഒരു കാഴ്ചവെട്ട്. എന്താ കാഴ്ച? ഈ ഞണ്ട് അറബിക്കടലിന്റെ തീരത്തോടെ നടന്നു പോകുന്ന ഒരു സാധനമാണ് ഞാൻ കാണിക്കുന്നത്. ഇനി അടുത്ത വ്യത്യസ്തമായിട്ടൊരു സാധനം ഞാൻ കാണിക്കാൻ പോകുന്ന പറഞ്ഞാൽ പസഫിക് സമുദ്രത്തിന്റെ തീരത്ത്, അതായത് തണുപ്പുള്ള പ്രദേശങ്ങളിൽ മാത്രം കാണപ്പെടുന്ന ഒരുതരം ജീവുണ്ട്, നീർനായ. അതിന് സീൽ എന്നൊക്കെ ഇംഗ്ലീഷ് പറയും. ഇത് നടന്നു പോകുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. എന്റെ മുട്ടങ്ങ് നീർന്നത് കാണിച്ചു. കളിക്കാതെ മീൻ തരാൻ നോക്കുന്നേ. എന്താ നിങ്ങൾക്ക് മീൻ തരുന്ന പ്രസ്ഥാനമില്ല? നിങ്ങൾക്ക് മീൻ തരത്തില്ല ഞാൻ അറിയോ? മീൻ തരത്തില്ല. എന്റെ മീൻ നിങ്ങൾക്ക് തരുന്ന പ്രസ്ഥാനമില്ല അറിയോ? അല്ല, ഞങ്ങൾക്ക് മാത്രമേ കടം തരത്തുള്ളൂ. നിങ്ങൾ എല്ലാവർക്കും കട കൊടുക്കുമല്ലോ. എന്റെ പൊന്നും മിഥുൻ ചേട്ടാ, ഇവർക്ക് ഇതിന് കടം വാങ്ങിക്കാനുള്ള മീൻ അല്ലത്. ഞാൻ കടമെടുത്തിട്ടാണ് ഈ മീൻ കച്ചവടം ചെയ്യുന്നത്. ഇവർ ഇതിന് കടം വാങ്ങിച്ചു കഴിഞ്ഞാൽ എനിക്ക് നഷ്ടത്തിൽ അറിയാവോ? അത്ര നഷ്ടമാണെങ്കിൽ നിങ്ങൾ പൊക്കിക്കൊണ്ട് നടക്കാൻ കളഞ്ഞേരെ. അങ്ങനെ കളയാൻ പറ്റുമോ? അത് ഞാൻ കഷ്ടപ്പെട്ട് കൊണ്ട് നടക്കുന്നത് എന്റെ അപ്പൂപ്പന്റെ ഓർമ്മയ്ക്കായിട്ട് കൊണ്ട് നടക്കുന്ന മീൻ കച്ചവടം ഇതറിയാം. എന്റെ അപ്പൂപ്പൻ കൈമാറുന്ന ഇതറിയോ? ഈ പെട്ടിയല്ലേ, ഈ സൈക്കിൾ, ഈ ബിസിനസ് അല്ല എന്റെ അപ്പൂപ്പൻ കൈമാറുന്ന സാധനം. അപ്പൂപ്പൻ മീൻ കച്ചവടക്കാരനായിരുന്നു. അപ്പൂപ്പൻ മീൻ കച്ചവടക്കാരൻ എന്ന് പറഞ്ഞത് ഈ തോട്ടിലും പുഴയിലൊക്കെ പോയി കഴിഞ്ഞിട്ട് ചൂണ്ടയിട്ട് പിടിച്ച് മീനെ കച്ചവടം ചെയ്യുന്നതായിരുന്നു എന്റെ അപ്പൂപ്പന്റെ പരിപാടി. അപ്പം അങ്ങനെ ഒരു അപ്പൂപ്പന്റെ അളിയനും കൂടെ കൂടിയേ ഇങ്ങനെ കടലിൽ പോയി ചൂണ്ടയിടാൻ വേണ്ടി, അറബിക്കടലിൽ. അപ്പൂപ്പൻ ഇങ്ങനെ ചൂണ്ടയിട്ട സമയത്ത് അപ്പൂപ്പന്റെ ചൂണ്ടയിൽ ഒരു സ്രാവ് വന്ന് ഉടക്കി. അപ്പൂപ്പൻ വിട്ടുകൊടുക്കുവോ? ഒരൊറ്റ വരിക്ക് ആ സ്രാവിനെ പിടിച്ച് കരക്കോട്ട് ഇങ്ങനെ അടുപ്പിച്ചു. എന്നിട്ട് സ്രാവിനെ അണ്ണാക്കിന്ന് ചൂണ്ടയെടുക്കാൻ വേണ്ടി അപ്പൂപ്പൻ തലയിട്ടപ്പെട്ടല്ലോ. സ്രാവ് ഒറ്റ നക്കിന് അപ്പൂപ്പനെ വായി കച്ചകാക്കി. അങ്ങനെ സ്രാവിന്റെ അണ്ണാക്കി ഇരുന്നുകൊണ്ട് ഞങ്ങളുടെ അപ്പൂപ്പന്റെ അളിയനെ നോക്കി പറഞ്ഞു, അളിയാ രക്ഷിക്കളിയാന്ന് പറഞ്ഞപ്പോഴേ അപ്പൂപ്പന്റെ അളിയൻ വിചാരിച്ചെന്തോ ഈ സ്രാവ് അളിയാന്ന് വിളിക്കുന്നതെന്ന് വിചാരിച്ചിട്ടേ സിമ്പ് തോന്നി ഈ സ്രാവിനെ തെള്ളി വെള്ളത്തിലടങ്ങി ഇറക്കി വിട്ടു. അപ്പൂപ്പൻ സ്രാവിന്റെ വായിക്കാതെ ഇരിക്കുക. രക്ഷപ്പെടന്നോ? 5 ഏക്കർ വസ്തു മാറ്റി 2 നില വീടും വെച്ചില്ലയോ? രക്ഷപ്പെട്ടാന്ന് കഴിക്കാറുണ്ട്. അപ്പൂപ്പൻ അറബിനാട്ടിലോട്ടല്ല പോയത്, അറബിക്കടലിന്റെ അഗാധത്തിലേക്കാ പോയത് അറിയോ? അങ്ങനെ എന്റെ അപ്പൂപ്പന്റെ ഓർമ്മയ്ക്കായിട്ട് കൊണ്ടു നടക്കുന്ന ഈ സാധനം നിങ്ങൾക്ക് കടം തരാൻ പറ്റത്തില്ല. ഞാൻ പൈസ തരാം. എപ്പ തരും? ചിട്ടി പിടിച്ചിട്ട് തരും. ചിട്ടി പിടിച്ചിട്ട് ചട്ടിക്കകത്തിട്ട് മീൻ തിന്നാ മതി. ഇപ്പൊ തിന്നോ? നിങ്ങളെങ്കിലും ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കും, എന്തെങ്കിലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് തരാൻ പറ. എന്റെ പൊന്നു മീൻ അങ്ങനെ കൊടുക്കാൻ പറ്റത്തില്ല. വിലയുള്ള മീൻ 500 തരാമെങ്കിൽ മാത്രം മീൻ കൊടുക്കാം. 500 രൂപയ്ക്ക് വേണമെന്നൊരു കാര്യം ചെയ്യും. ഈ മീൻ 500 രൂപയ്ക്ക് എടുത്തു. ഒതകന്ന വില പറ. നിങ്ങൾ കച്ചവടം എന്ന് പറഞ്ഞ് വായി തോന്നുന്ന വില പറയരുതേ. കഷ്ടമുണ്ട് പ്ലീസ്. ഒരു കാര്യം ഒരു 300 രൂപയ്ക്ക് നിങ്ങൾ എടുത്തു. നിങ്ങൾ ന്യായമായിട്ടൊരു വില പറയണം. മിഥുൻ ചേട്ടാ പറഞ്ഞത് ഒരു 200 രൂപ കൊടുത്തേക്ക്. മിഥുൻ ചേട്ടാ സൈഡ് വെക്കല്ലേ മിഥുൻ ചേട്ടാ, ഞങ്ങൾക്ക് ത്രാണിയില്ല. ഒരു കാര്യം ചെയ്യും, ഒന്നും വേണ്ട, ഒരു 100 രൂപ തന്നിട്ട് ഈ മീനം കൊണ്ടുപോകാമോ? എടാ താൻ ഈ സൈക്കിൾ ഒട്ടിയില്ലേ വരുന്നത്, റോഡിൽ കൂടെ ആണോ വരുന്നത്? എന്തുമാത്രം പാണ്ടിലോറിയും KSRTC ബസ്സും പാഞ്ഞു പോകുന്നു. നിങ്ങൾ ശ്രദ്ധിക്കും. ഞങ്ങളുടെ ഇന്ന് പൈസ മേടിച്ച് നിങ്ങൾക്ക് എങ്ങനെ ഇറങ്ങും? നിങ്ങളുടെ കുടുംബത്തെ ഉതകുക പറ, സത്യം പറ, നിങ്ങൾക്ക് എങ്ങനെ മുതലാകും? അത് ദൈവത്തെ ഓർത്ത് ന്യായമായിട്ട് വില പറഞ്ഞില്ലെങ്കിൽ നിങ്ങള് പിടിച്ചേ. നിങ്ങൾക്ക് ഈ മീൻ ഞാൻ ചുമ്മാ തരുവാ, കൊണ്ടുപോയിക്കോ. ഫ്രീ ആയിട്ട് വരുമോ? കൊണ്ടുപോയിക്കോ. ഫ്രീ ആയിട്ട് വരെ കൊണ്ടുപോയിക്കോ.